പാടാത്ത പൈങ്കിളി എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം മുട്ടത്ത് വർക്കി. തകഴിയുടെ ഏറ്റവും വലിയ നോവൽ? ഉത്തരം കയർ. നളിനി എന്ന ഖണ്ഡകാവ്യത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കുമാരനാശാൻ. കൊട്ടി കൃഷ്ണമാരാരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതി? ഉത്തരം കലാജീവിതം തന്നെ. കൊട്ടി കൃഷ്ണമാരാർ രചിച്ച വൃത്തശാസ്ത്ര സംബന്ധിയായ കൃതി? ഉത്തരം വൃത്തശില്പം. പുതുപ്പള്ളി രാഘവന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം വിപ്ലവ സ്മരണകൾ. ഷേക്സ്പിയറുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കൈനിക്കര കുമാരൻ പിള്ള. ബിലാത്തി വിശേഷങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം കെ.പി. കേശവമേനോൻ. മോഹവും മുക്തിയും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം കൈനിക്കര കുമാരപിള്ള. കാവ്യോപഹാരം എന്ന കവിതാ സമാഹാരത്തിന്റെ കർത്താവ്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കന്നഡയിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം കുമുദിനി. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. ആര്യ സാഹിത്യത്തിൽ മുഖ്യമായവ എന്താണ്? ഉത്തരം പുരാണങ്ങൾ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ. പുരാണങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ഉത്തരം 18. വേദങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ഉത്തരം 4. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 2 ഭാരതീയ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം രാമായണവും മഹാഭാരതവും. പ്രധാന സംഘകാല കൃതികൾ ഏതൊക്കെയാണ്? ഉത്തരം തിരുക്കുറൽ, പതിറ്റ് 10, പുറനാനൂറ്, അകനാനൂറ്, നറ്റിണை, മണിമേഖല, ചിലപ്പതികാരം, തൊൽക്കാപ്പിയം, കുറുന്തകൈ. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രസിദ്ധമായ കവയിത്രി? ഉത്തരം ഔവ്വയാർ. ചിലപ്പതികാരത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഏത് രാജാവിന്റെ ഭരണകാലമാണ്? ഉത്തരം ചേരൻ ചെങ്കുട്ടവൻ. കന്നഡയിലെ ആദ്യ സാമൂഹ്യ നോവൽ ഏതാണ്? ഉത്തരം സുദർശന. നവരത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതന്മാർ ആരുടെ രാജസദസ്സിലാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യന്റെ. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം രാമാനുജം. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ഭാനു അത്തയ്യ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം അമൃത പ്രീതം. ഭഗവത്ഗീതയുടെ കർത്താവ് ആരാണ്? ഉത്തരം വേദവ്യാസൻ. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ശങ്കരാഭരണം. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് രേവതി പട്ടത്തനത്തിന്റെ വിദ്വാൽ സദസ് സമ്മേളിച്ചിരുന്നത്? ഉത്തരം കോഴിക്കോട്ടുള്ള തളിക്ഷേത്രം. ഓർത്തോസ് മലബാറിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ.സി. മണിലാൽ. സ്വദേശാഭിമാനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം പത്രപ്രവർത്തനം. രാജ്യസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ഉറുദു ചെറുകഥയുടെ ജനയിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പ്രേംചന്ദ്. നായ കേന്ദ്ര കഥാപാത്രമാകുന്ന തകഴിയുടെ പ്രസിദ്ധമായ കഥ? ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. കന്നഡയിലെ ആദ്യ മനഃശാസ്ത്ര നോവൽ ഏതാണ്? ഉത്തരം അന്തരംഗ. കർണാടക സംഗീതത്തിന്റെ പിതാവ്? ഉത്തരം പുരന്ദരദാസ്. ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയും സമ്മാനമായി ലഭിച്ച മലയാള കവി? ഉത്തരം കുമാരനാശാൻ. 1903 മഹാകവി ഉള്ളൂർ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഒരു മലയാള കാവ്യമാണ് ദ പീകോക്ക് മെസഞ്ചർ. ഏതായിരുന്നു ആ കാവ്യം? ഉത്തരം മയൂര സന്ദേശം. നമ്മുടെ നാട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം, നമ്മെ കാണുന്നവൾ അത് കാട്ടും നന്ദി മറക്കാമോ? പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്?
ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിറങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ജയദേവന്റെ ഗീതാഗോവിന്ദത്തിന് ദേവഗീത എന്ന പേരിൽ പരിഭാഷ തയ്യാറാക്കിയ മലയാള കാൽപ്പനിക കവി ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം CV രാമൻ പിള്ള. വള്ളത്തോളിന്റെ പ്രശസ്ത ഖണ്ഡകാവ്യമായ കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ രചിച്ച ഹാസ്യാനുകരണം ഏതാണ്? ഉത്തരം കുഞ്ഞിമാത. പേർഷ്യനും ഹിന്ദിയും ചേർന്നുള്ള ഭാഷ? ഉത്തരം ഉറുദു. ബുദ്ധനും ഞാനും നരിയും എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം എവിടെയായിരുന്നു? ഉത്തരം കൊടുങ്ങല്ലൂർ കളരി. ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള തിരക്കഥ ഏതാണ്? ഉത്തരം മുറപ്പെണ്ണ്. ടോൾസ്റ്റോയിയുടെ അവസാന രചന? ഉത്തരം ഹാജി മുറാദ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തർജ്ജമ ചെയ്ത നോവൽ? ഉത്തരം അക്ബർ. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ഇന്ദുലേഖ രചിക്കാൻ ചന്തുമേനോന് പ്രചോദനമേകിയ നോവൽ? ഉത്തരം ഇംഗ്ലണ്ടിൽ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ ഡിസ്റോലി ബീക്കൺഫീൽഡ് എന്ന തൂലികാനാമത്തിൽ എഴുതിയ ഹെൻറിയറ്റ ടെമ്പിൾ. എൻസൈക്ലോപീഡിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് കാണുന്നത് ഇംഗ്ലീഷ് കൃതിയായ ദി ഗവർണറിലാണ്. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം തോമസ് എലിയോട്ട്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തോട് ഉപമിക്കപ്പെടുന്ന പാശ്ചാത്യ കൃതി ഏതാണ്? ഉത്തരം മാക്യവെല്ലിയുടെ ദി പ്രിൻസ്. മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ രചന ഏതാണ്? ഉത്തരം അഞ്ചടികൾ. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഈ വരികൾ ഏത് ഉപനിഷത്തിലുള്ളതാണ്? ഉത്തരം ബൃഹദാരണ്യക ഉപനിഷത്ത്. വിദ്യാഭ്യാസത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്ന വേദം? ഉത്തരം അഥർവവേദം. മലയാളം ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ദ്രാവിഡം. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകൾ ഏതെല്ലാമാണ്? ഉത്തരം തമിഴ്, കന്നഡ, തുളു, കൊടക്, തോട, കോട, കുറുക്ക്, മാൾട്ടോ, ഗോണ്ഡി, ഖോഡ, തെലുങ്ക്, ബ്രഹയു. ദ്രാവിഡ ഭാഷകളിൽ സാഹിത്യ സമ്പത്ത് കൊണ്ടും പ്രാചീനത കൊണ്ടും പ്രഥമ ഗണനീയനായിട്ടുള്ളത് ഏതാണ്? ഉത്തരം തമിഴ്. തെക്കേ ഇന്ത്യയിലെ സാഹിത്യം ആദ്യമായി ഉത്ഭവിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം തമിഴിൽ. മലയാളം തമിഴിന്റെ ഉപശാഖയാണെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കാഡ്വൽ സായിപ്പ്. കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയ നോവൽ രചിച്ച വ്യക്തി? ഉത്തരം K നാരായണ കുരുക്കൾ. മലയാളം തമിഴിന്റെ ഉപശാഖ മാത്രമാണെന്ന കാഡലിന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്ത ആദ്യ പണ്ഡിതൻ ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടട്ട്. പുരാതന കാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊതുവെ സംഭാഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? ഉത്തരം മൂലദ്രാവിഡ ഭാഷ. സാഹിത്യ ചരിത്രത്തിലെ പ്രാചീന ഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? ഉത്തരം 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ. തമിഴിലെ ആദ്യകാല സാഹിത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സംഘ സാഹിത്യം. സംഘകാല കൃതികളെ എത്ര വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? അവ ഏവ? ഉത്തരം 2. എടുത്തക്കൈ, പത്തുപ്പാട്ട്. ആര്യന്മാരുടെ ഭാഷ? ഉത്തരം സംസ്കൃതം. മലയാളത്തിലെ ആദ്യത്തെ പ്രണയകഥയായി അറിയപ്പെടുന്ന കഥ? ഉത്തരം കല്യാണിക്കുട്ടി. എടുത്തക്കൈയിൽപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം അകനാനൂറ്, പുറനാനൂറ്, 10 ഐങ്കുറുനൂറ്, കുറുന്തങ്കൈ, കലുത്തൊക്കെ, പരിപ്പിടൽ, നറ്റിണെ. 10 പാട്ടിലെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം തിരുമുരു കാറ്റേപ്പാടെ, പെരുമ്പാണാറ്റുപാടെ, മുല്ലേപ്പാട്ട്, മധുരക്കുഞ്ചി, നടുനൽവാടെ, കുറിഞ്ചിപ്പാട്ട് തുടങ്ങിയവ. ഗദ്യഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ള കൃതി?
ഉത്തരം ഭാഷാ കൗടില്യം. മാവുകൾ അറിയുമോ മാനവനാത്മാവിൻ വേവിൻ നോവുകൾ അവയുടെ ചില്ലകൾ വീണ്ടും പൂത്തു. ഈ വരികൾ ഏത് മലയാള കവിയുടേതാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്.